ആകാശവാണി നിയമസഭാ വാരാന്ത്യ അവലോകനം തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ഉദയൻ കിളിയന്നൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയും പ്രതിപക്ഷാംഗങ്ങളുടെ നിരാഹാരവും ആരോഗ്യരംഗത്തെ വീഴ്ചയിലെ അടിയന്തര പ്രമേയ ചർച്ചയുമൊക്കെയായി 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിലെ ഈ ആഴ്ച പ്രക്ഷുബ്ധമായിരുന്നെങ്കിലും ജനുവരി 29 ബജറ്റോടെ സഭയുടെ അന്തരീക്ഷം മാറിമറിഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തേതും തന്റെ 6ാമത്തെയും ബജറ്റായിരുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ചത്. ജനക്ഷേമ പദ്ധതികളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള പരിഷ്കരണവും ഉൾപ്പെടുത്തിയുള്ള ബജറ്റെന്ന് ഭരണപക്ഷം അനുമോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ബജറ്റെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ സമരം ഹൈക്കോടതിക്കെതിരായതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയെങ്കിലും സഭ വിട്ട് പുറത്തുപോയ പ്രതിപക്ഷം സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് തിരികെയെത്തി ചോദ്യോത്തരവുമായി സഹകരിച്ചു. അതേസമയം പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസിന് സ്പീക്കർ എ.എൻ. ഷംസീർ അവതരണാനുമതി നൽകിയില്ല. പയ്യന്നൂരിൽ കോൺഗ്രസ് മാർച്ചിന് നേരെയുണ്ടായ CPM അക്രമം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സബ്മിഷനായി ഉന്നയിക്കാമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇതോടെ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് സമീപമെത്തി 15 മിനിറ്റോളം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. സ്പീക്കർ സഭാ നടപടികളുമായി മുന്നോട്ടു പോയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ അന്ന് സഭാ നടപടികൾ മുടക്കമില്ലാതെ തുടർന്നു. പിറ്റേന്ന് ജനുവരി 28 കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലെന്ന ആരോപണവുമായാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. നോട്ടീസിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി. ആരോഗ്യരംഗത്തെ വീഴ്ചകൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ് PC വിഷ്ണുനാഥാണ് ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ മറച്ചുപിടിച്ച ശേഷം ആരോഗ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷം നീക്കം നടത്തുന്നതെന്ന് DK മുരളി MLA പറഞ്ഞു. വിളപ്പിൽശാലയിൽ ചികിത്സാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ജനുവരി 17 പുലർച്ചെ 2:43 36 വയസ്സുള്ള യുവാവിനെ അടിയന്തര ചികിത്സകൾ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ അയാൾ അവിടേക്ക് പോയില്ല. ആവേശത്തോടെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കുകൊണ്ടെങ്കിലും ചർച്ച തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഭൂരിഭാഗം അംഗങ്ങളും ഓരോരുത്തരായി പുറത്തേക്ക് പോയി. സ്പീക്കർ ഇരുപക്ഷത്തിന്റെയും ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്തു. കേരളം എല്ലാ മേഖലകളിലും വളർച്ച കൈവരിച്ചെന്ന് വ്യക്തമാക്കുന്ന 2024-25 വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും അന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ സമർപ്പിച്ചു. പ്രതിശീർഷ ഉൽപ്പാദനം 1.90 ലക്ഷം രൂപയായി. മുൻവർഷം അത് 1.79 ലക്ഷം രൂപയായിരുന്നു. പ്രാഥമിക സാമ്പത്തിക മേഖലയിൽ 2.36% വളർച്ചയുണ്ട്. മുൻവർഷം അത് 0.24% സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിലും വർധനയുണ്ടായി. റവന്യൂ വരുമാനത്തിൽ വർധനയുണ്ടായി. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം 2.7% വർദ്ധിച്ചു. തനത് നികുതി വരുമാനത്തിൽ 3.1% വർധനയും നികുതിയേതര വരുമാനത്തിൽ 1% വർധനയും ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. 7,799 കോടി രൂപയുടെ പുതിയ നിക്ഷേപം വന്നു. 2.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. കേരളത്തിൽ റോഡ് ശൃംഖല 1.97 ലക്ഷം കിലോമീറ്ററിലേക്ക് വളർന്നു. പൂർണ്ണമായും വൈദ്യുതീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം കേരളമായി. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല. ലൈഫിൽ 4,71,442 വീടുകൾ നിർമ്മിച്ചു. ഇതിൽ പട്ടികജാതി കുടുംബങ്ങൾക്കായി 1,25,360 വീടുകൾ നിർമ്മിച്ചു നൽകി. അങ്കണവാടി വർക്കർമാരുടെയും ആശാവർക്കർമാരുടെയും പ്രതിമാസ വേതനം 1000 രൂപയും അങ്കണവാടി ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനം 500 രൂപയും ഉയർത്തിക്കൊണ്ടാണ് ബജറ്റ് അവതരണം തുടങ്ങിയത്. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തി. സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ വേതനം 1000 രൂപ ഉയർത്തി. കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ 5% വർധനവ്. പത്രപ്രവർത്തക പെൻഷൻ പ്രതിമാസം 1500 രൂപയും ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് 1000 രൂപയും വർദ്ധിപ്പിച്ചു. കൂടാതെ ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ്, ക്ഷയരോഗബാധിതരുടെ പ്രതിമാസ പെൻഷനിലും 1000 രൂപയുടെ വർധന വരുത്തി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചത് എടുത്തു പറയേണ്ടതാണ്. കമ്മീഷനിൽ നിന്ന് 3 മാസത്തിനകം റിപ്പോർട്ട് വാങ്ങി സമയബന്ധിതമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. അതിനൊപ്പം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ പൂർണ്ണമായി നൽകും. ഒരു ഗഡു DA ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പവും അവശേഷിക്കുന്ന DA, DR ഗഡുക്കൾ മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പവും നൽകും. DA, DR കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുന്നതിനൊപ്പം ആദ്യ ഗഡു ബജറ്റ് വർഷം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. ഏപ്രിൽ 1 മുതൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്വേർഡ് പെൻഷൻ പദ്ധതി.
അഷ്വേർഡ് പെൻഷനിൽ DR, നിലവിലെ NPS നിന്ന് അഷ്വേർഡ് പെൻഷനിലേക്ക് മാറാൻ ഓപ്ഷൻ തുടങ്ങിയവയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്കായി ലൈഫ് സേവർ പദ്ധതി. ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകും. കാരുണ്യ ചികിത്സാ പദ്ധതിയിൽ ഇല്ലാത്തവർക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ്. സഹകരണ മേഖലയിലും പൊതുമേഖലയിലും മെഡിസപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് നടപ്പിലാക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിൽ തിരുവനന്തപുരത്ത് VS സെന്റർ സ്ഥാപിക്കുന്നതിന് 20 കോടിയും കട്ടപ്പന തേനി തുരങ്കപാതയുടെ സാധ്യതാ പഠനത്തിന് 10 കോടിയും ഇസ്ലാമിക പണ്ഡിതനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ പേരിൽ പൊന്നാനിയിൽ ചരിത്ര ഗവേഷണ സെന്റർ സ്ഥാപിക്കാൻ 3 കോടിയും അയ്യങ്കാളി പഠന കേന്ദ്രത്തിന് 1.5 കോടിയും പ്രഖ്യാപിച്ചു. കാവാരിക്കുളം കണ്ടൻകുമാരൻ പഠനകേന്ദ്രത്തിന് 1.5 കോടി, മാറിവാനിയസ് മ്യൂസിയത്തിന് 1.5 കോടി, ജില്ലാ ആശുപത്രികളിൽ മെനോപാസ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ 3 കോടി, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും വിതരണവും ലക്ഷ്യമിട്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് 22.27 കോടി, അപൂർവ ഇനം രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയിൽ സ്പൈനൽ മസ്കുലാർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ 30 കോടി, തിരുവനന്തപുരം അങ്കമാലി MC റോഡ് വികസനത്തിന് 5217 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കാസർഗോഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി മാറ്റിവെച്ചു. വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ GST സമ്പ്രദായത്തിലെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളാക്കുമെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു പ്രഖ്യാപനം. കാർഷിക അനുബന്ധ മേഖലയ്ക്ക് 2071.95 കോടി, മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3720 കോടി, മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 400 കോടി, കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡ് നൽകുന്ന പദ്ധതിക്ക് 20 കോടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജനറൽ പർപ്പസ് ഫണ്ട് 3237 കോടിയും മെയിൻ്റനൻസ് ഫണ്ട് 4316 കോടിയും പ്ലാൻ ഫണ്ട് 10189 കോടിയും നീക്കിവെച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, കൗൺസിലർമാർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി രൂപീകരിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന റെയർ എർത്ത് കോറിഡോർ ചവറയിൽ സ്ഥാപിക്കും. ക്രിട്ടിക്കൽ മിനറൽ മിഷന് 100 കോടി, പ്രതിരോധ ഇടനാഴിക്ക് 50 കോടി, PPP മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മറ്റ് സാങ്കേതിക വിദ്യകളും ചേർന്ന സൈബർ വാലിക്ക് 30 കോടി, കൂടാതെ തൊഴിൽ പരിശീലനത്തിനും നൈപുണ്യ സമ്പാദനത്തിനും ആഗോള സ്കൂൾ സ്ഥാപിക്കാൻ 10 കോടിയും പ്രഖ്യാപിച്ചു. ഗോത്രമേഖലകളിലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനായി 60 കോടി ചെലവിൽ സ്പെഷ്യൽ എൻറിച്ച്മെന്റ് പദ്ധതി. ഗിഗ് തൊഴിലാളികൾക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഗിഗ് ഹബ്ബിന് 20 കോടി. പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങുന്നവർക്ക് ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് 40,000 രൂപ. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായുള്ള വായ്പകൾക്ക് 2% പലിശ ഇളവ്. ഓട്ടോ സ്റ്റാൻഡുകളിൽ സോളാർ അധിഷ്ഠിത ചാർജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ 20 കോടിയും വകയിരുത്തി. താലൂക്ക് ആശുപത്രി വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കായി മുൻവർഷത്തിൽ നിന്ന് അധികമായി 1000 കോടിയും നീക്കിവെച്ചു. റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് 20 ലക്ഷമായി ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചു. 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിക്ക് 15 കോടി പ്രഖ്യാപിച്ചതാണ് ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്. കാരുണ്യ ആരോഗ്യരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 50 കോടിയും ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ്. ബജറ്റ് അവതരണത്തോടെ സഭ താൽക്കാലികമായി പിരിഞ്ഞു. ഫെബ്രുവരി 2-ന് ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബജറ്റിനെ നേരിടാനായി കൂടുതൽ കണക്കുകളുമായാകും പ്രതിപക്ഷമെത്തുക. ഭരണപക്ഷമാകട്ടെ ബജറ്റിനെ ജനകീയമാക്കാനുള്ള ചർച്ചകളുമായാകും എത്തുക. നിങ്ങൾ കേട്ടത് നിയമസഭ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ഉദയൻ കിളിയന്നൂർ.